കേരളത്തിലെ ഏറ്റവും വലിയ ലോക്സഭാ മണ്ഡലം ഇടുക്കി. കഴിഞ്ഞ തവണ അവിടെ ഡീൻ ജയിച്ചത് 1,71,053 വോട്ടിനാണ്. അതും തൊട്ട് മുൻപത്തെ തവണ തന്നെ തോൽപ്പിച്ച ജോയ്സ് ജോർജിനെ തോൽപ്പിച്ചു. ജോയ്സ് ജോർജ് അവിടെ അതിന് മുൻപ് അന്ന് ജയിച്ചത് 2014 ജയിച്ചതിന് ഒരു കാരണമുണ്ട്. അത് കസ്തൂരിരംഗൻ റിപ്പോർട്ടോ അതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളുമാണ് ജോയ്സ് ജോർജിനെ ജയിപ്പിച്ചത്. ജോയ്സ് ജോർജ് ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ കൂടി സ്ഥാനാർത്ഥിയായിരുന്നു. LDFന്റെയും ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെയും പൊതു സ്ഥാനാർത്ഥിയായിട്ടാണ് എന്ന് വേണമെങ്കിൽ പറയാം. അന്ന് 46.5% വോട്ട് ജോയ്സ് ജോർജ് അവിടെ നേടുകയുണ്ടായി. അന്ന് സഭ CPM-ന് അല്ലെങ്കിൽ LDFന് ഒപ്പമായിരുന്നു. തൊട്ട് മുൻപ് MP ആയിരുന്ന PT തോമസും സഭയും തമ്മിൽ വലിയ തർക്കവും, എന്തിന് തോമസിന്റെ ശവഘോഷയാത്ര പോലും വൈദികരുടെയൊക്കെ നേതൃത്വത്തിൽ നടത്തുന്നത് പോലും നമ്മൾ കണ്ടിരുന്നു. എന്നാൽ അവിടെ ഈ ഒരു പ്രശ്നം കൊണ്ട് മാത്രം LDFന് ജയിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലമല്ല. അതിന് മുൻപ് ഫ്രാൻസിസ് ജോർജ് 2 തവണ അവിടെ LDF സ്ഥാനാർത്ഥിയെ ജയിച്ചിട്ടുണ്ട്. അന്ന് ജോസഫ് ഗ്രൂപ്പിന്റെ അത്തരത്തിൽ സമാഹരിക്കാൻ കഴിയുന്ന വോട്ടുകളും ചേർത്താണ് ഫ്രാൻസിസ് ജോർജ് അവിടെ നിന്ന് ജയിച്ചിട്ടുള്ളത്. ഇതിനു മുൻപ് ജയിച്ചിട്ടുണ്ടെങ്കിലും സ്വാഭാവികമായി നോക്കുമ്പോൾ അതൊരു UDF മണ്ഡലമാണ്. സ്വാഭാവികമായി നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ടേംസിൽ നോക്കുമ്പോൾ അതൊരു UDF മണ്ഡലമാണ്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ടേംസിൽ നോക്കൂ, ഇപ്പോൾ ഇടുക്കിയിലെ ഭൂരിഭാഗം മണ്ഡലങ്ങളും LDFന്റെ ഒപ്പമാണ്. 33,746 വോട്ടിന്റെ മേൽക്കൈ നിയമസഭാ മണ്ഡലങ്ങളുടെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ LDFനുണ്ട്. മാത്രമല്ല എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ, കോതമംഗലം എന്നീ 2 നിയമസഭാ മണ്ഡലങ്ങളും പിന്നെ ഇടുക്കിയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളും ചേരുന്നതാണ് ഇടുക്കി പാർലമെന്ററി കോൺസ്റ്റിറ്റ്യുവൻസി. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ പൊതുവെ കൃത്യമായും UDF അനുഭാവം പുലർത്താറുള്ള മണ്ഡലമാണ്. 2014 ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു പുതിയ രാഷ്ട്രീയ പരീക്ഷണത്തിലൂടെ LDF ഇടുക്കി സ്വന്തമാക്കി. ഇത്തവണ ആ രാഷ്ട്രീയ പരീക്ഷണത്തിലെ നായകനായ ജോയ്സ് ജോർജ് വീണ്ടും മത്സരിക്കുന്നു. ജോയ്സ് ജോർജ് പെട്ടെന്നുണ്ടായ ഒരു സ്ഥാനാർത്ഥിയാണ് LDFനെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹം മൂന്നാമതും അവിടെ മത്സരിക്കുന്നു എന്നുള്ളതാണ് LDFന്റെ കാര്യം. അതുപോലെ തന്നെ ഡീനും വീണ്ടും ഒരേ സ്ഥാനാർത്ഥികൾ തമ്മിൽ വീണ്ടും നേരിട്ട് ഏറ്റുമുട്ടും. ഇടുക്കിയുടെ മലമുകളിൽ വിജയക്കൊടി പാറിക്കുന്നത് ആര് എന്ന് കാണാം. നോക്കാം ആരാണ് ഇടുക്കിയുടെ നായകൻ. റിസൾട്ട് ഇതാ ഇവിടെ തെളിയും. ഇടുക്കിയിൽ ഇതാ വീണ്ടും ജോയ്സ് ജോർജിനെ പരാജയപ്പെടുത്തി ഡീൻ കുര്യാക്കോസ്. അതാണ് അഭിപ്രായ സർവേ ഫലം നൽകുന്ന സൂചന. ഡീൻ കുര്യാക്കോസ് 48%, ജോയ്സ് ജോർജ് 38%, സംഗീത വിശ്വനാഥൻ 13% എന്നുള്ളതാണ് ഇപ്പോൾ ഈ കണക്ക് സൂചിപ്പിക്കുന്നത്. അതായത് കഴിഞ്ഞ തവണത്തെ അറ്റ്മോസ്ഫിയർ ഏറെക്കുറെ അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്. ഇടുക്കിയിൽ UDFന്റെ വോട്ട് ശതമാനത്തിൽ കുറവുണ്ട്. 2019 6%, 54.2-ൽ നിന്ന് 48 കുറയുന്നു. എന്നാൽ LDFന് 2% വർദ്ധിക്കുന്നതായിട്ടാണ് ഈ അഭിപ്രായ സർവേയിൽ കാണുന്നത്. അതായത് കഴിഞ്ഞ തവണത്തെ അത്രയും ശക്തമായ UDF വികാരം ഇപ്പോഴില്ല എന്നുള്ളത്. BDJSന് അവിടെ സ്ഥാനാർത്ഥി ഉണ്ട്. BDJSന്റെ 4% കൂടും എന്നും ഉള്ളത് കാണുന്നു. കഴിഞ്ഞ തവണയും BDJSന്റെ സ്ഥാനാർത്ഥിയായിരുന്നു. 8.55 ആയിരുന്നു അന്നത്തെ വോട്ട് ഷെയർ. അത് 13% വരെ ഉയരാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അപ്പോഴും ജോയ്സ് ജോർജും ഡീൻ കുര്യാക്കോസും തമ്മിൽ 10% വ്യത്യാസമാണ്. എന്ന് പറഞ്ഞാൽ ഈ തവണ UDF സ്ഥാനാർത്ഥി ഇടുക്കിയിൽ വെറുതെ ജയിക്കാൻ പോവുകയല്ല, മികച്ച ഗംഭീരമായ ഭൂരിപക്ഷത്തിന് ജയിക്കാൻ പോവുകയാണെന്നാണ് ഈ സർവേ ഫലം. ഇത് നിലവിൽ സൂചിപ്പിക്കുന്ന അതാണ്. ഇപ്പോൾ നമ്മൾ കസ്തൂരിരംഗന്റെ കാര്യം പറഞ്ഞല്ലോ, അതുപോലെ തന്നെ ഇപ്പോൾ വളരെ സജീവമായ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആന ആക്രമണങ്ങൾ, കാട്ടാന ആക്രമണം. കഴിഞ്ഞ 2 മാസത്തിനിടയ്ക്ക് ഏതാണ്ട് 5 പേരാണ് അവിടെ മരിച്ചിട്ടുള്ളത്. ഇതൊരു വലിയ പ്രശ്നമാണ്. സർക്കാർ എന്തെങ്കിലും ചെയ്യുന്നതാണോ, കേന്ദ്ര സർക്കാരിൻ്റെതാണോ? അപ്പോൾ ചില നിയമങ്ങൾ തടസ്സം നിൽക്കുന്നു, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. നിയമം തടസ്സമല്ല എന്നുള്ള തർക്കമുണ്ട്. ഇതെല്ലാമാണെങ്കിലും ഇതൊരു വലിയ വൈകാരിക വിഷയമാണ്. ഒന്ന്, ഈ കേന്ദ്ര വന്യജീവി നിയമം എന്ന് പറയുന്നത് സംസ്ഥാനത്തിന് പ്രത്യേക റോളില്ലാത്ത ഒരു വിഷയമാണെങ്കിൽ പോലും ജനങ്ങളുടെ ദേഷ്യം സംസ്ഥാന സർക്കാരിനോടും വനം വകുപ്പിനോടും ഒക്കെയാണ്. കോതമംഗലത്തൊരു വലിയ പ്രതിഷേധം, ആന ചവിട്ടിക്കൊന്ന സ്ത്രീയുടെ മൃതദേഹവുമായി ഒക്കെ നമ്മൾ കാണുകയും അത് തന്നെ രാഷ്ട്രീയ വിഷയമായി മാറുകയൊക്കെ ചെയ്യുന്നത് കണ്ടു. എന്തായാലും 10% വ്യത്യാസം. ഡീൻ കുര്യാക്കോസും ജോയ്സ് ജോർജും തമ്മിൽ 10% വ്യത്യാസമാണ് PMark അഭിപ്രായ സർവേ നൽകുന്നത്. അതായത് 1,71,053 വോട്ടിനായിരുന്നു കഴിഞ്ഞ തവണ ഡീൻ ജോയ്സിനെ തോൽപ്പിച്ചത് എങ്കിൽ ഇത്തവണ അതിനടുത്ത് വന്നില്ലെങ്കിൽ പോലും വളരെ കംഫർട്ടബിൾ ആയ ഒരു പക്ഷേ 1,00,000 അടുത്തോ 1,00,000 കവിഞ്ഞോ ഉള്ള മാർജിൻ വന്നേക്കാം. ഇപ്പൊ 10%. കഴിഞ്ഞ തവണ ഇതിനേക്കാൾ വലിയ ഹ്യൂജ് ഗ്യാപ്പ് ആയിരുന്നു ഇവർ തമ്മിൽ ഉണ്ടായിരുന്നത്.